ഓഹരി വിപണി പുതിയ ഉയരങ്ങൾ താണ്ടിയ വാരമാണ് കടന്നുപോയത്. ആദ്യപാദ ഫലങ്ങളും പ്രതീക്ഷ തെറ്റിച്ചില്ല. നമസ്കാരം, മാർക്കറ്റ് വാച്ചിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. റിലയൻസ് ജിയോയുടെ ഇന്റലിജൻസ് ഫോണാണ് വിപണിയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ജിയോയുടെ കടന്നുവരവോടെ തകർച്ചയിലായ ടെലികോം സെക്ടർ ജിയോ ഫോണിനെയും ആശങ്കയോടെയാണ് കാണുന്നത്. DTH കമ്പനികളും പ്രതിസന്ധി മണക്കുന്നു. എന്നാൽ ജിയോ ഫോൺ നിർമ്മാണം പൂർണ്ണമായും ഇന്ത്യയിലാണെന്ന പ്രഖ്യാപനം പ്രതീക്ഷ പകരുന്നുണ്ട്. Today, I am delighted to announce that the Jio phone will be available to all Indians for an effective price of ₹0. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഈ പ്രഖ്യാപനം ടെലികോം രംഗത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫോൺ ലഭിക്കാൻ ₹1500 സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി മുൻകൂർ നൽകണമെങ്കിലും സൗജന്യ വോയിസ് കോളുകൾ എന്ന പ്രഖ്യാപനം ആളുകളെ ആകർഷിക്കും, പ്രത്യേകിച്ച് സാധാരണക്കാരെ. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് റിലയൻസ് ജിയോ അവതരിപ്പിച്ചതു മുതൽ റിവേഴ്സ് ഗിയറിലാണ് ടെലികോം സെക്ടർ. ഇതിന് പിന്നാലെയാണ് സൗജന്യ ഫോണെന്ന ജിയോയുടെ പ്രഖ്യാപനം. 10 മാസമായി പ്രമുഖ ടെലികോം കമ്പനികളുടെ വരുമാന ഗ്രാഫ് ഉയർന്നിട്ടില്ല. സ്ഥിരമായി ലാഭത്തിലായിരുന്ന ഐഡിയ കഴിഞ്ഞ പാദങ്ങളിലെല്ലാം നഷ്ടം നേരിട്ടു. ഇപ്പോൾ ഞങ്ങളുടെ പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ ചെറിയ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ അതായത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ രംഗത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അടുത്ത 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കസ്റ്റമർ ബേസ് 1 കോടിയോളം ആക്കുവാനായിട്ട്, കേരളത്തിലെ കസ്റ്റമർ ബേസ് 1 കോടിയോളം ആക്കുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ മാക്സിമം ജനങ്ങളിലേക്ക് BSNLൻ്റെ സിം കാർഡ് എത്തിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ്, ഷോപ്സ് ഇങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മേളകൾ നടത്തി ജനങ്ങൾക്ക് സിം അവരുടെ ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ കസ്റ്റമർ ബേസ് ഞങ്ങൾ മാക്സിമം കൂട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അടുത്തിടെ വന്ന കണക്കനുസരിച്ച് ജിയോയ്ക്ക് 47 ലക്ഷം പുതിയ കണക്ഷനുകൾ ലഭിച്ചപ്പോൾ ഐഡിയയ്ക്ക് കിട്ടിയത് 1,19,000 കണക്ഷനുകൾ. ഇതിനിടയിൽ നടന്നത് 53 ലക്ഷം നമ്പർ പോർട്ടിംഗ്. അതായത് നിലവിലെ കണക്ഷനുകളിൽ നിന്ന് ജിയോയിലേക്ക് ഒഴുക്ക് നടക്കുന്നുവെന്ന് സാരം. പ്രതിസന്ധി മുന്നിൽ കണ്ട് ഐഡിയയും വോഡാഫോണും ലയിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കടുത്ത പ്രതിസന്ധി നേരിടുന്ന അനിൽ അംബാനിയുടെ ആർക്കോമും എയർസെല്ലും ലയനത്തിന് തയ്യാറെടുക്കുകയാണ്. ജിയോ ചിറക് വിടർത്തുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത ലയനങ്ങളും സംഭവിച്ചേക്കാം. വലിയ കമ്പനികൾ തമ്മിൽ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായെന്നിരിക്കാം. അതായത് ഇപ്പോൾ മറ്റ് പല പ്രൈവറ്റ് കമ്പനികളും ചിലപ്പോൾ 1-2 കമ്പനികൾ ഒന്നിച്ച് മെർജ് ചെയ്ത് വലിയൊരു കമ്പനിയായി ഒന്നിച്ച് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാം. BSNL സംബന്ധിച്ചിടത്തോളം ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾ എല്ലാ സർക്കിളുകളിലും വേണ്ട രീതിയിൽ എക്യുപ്മെൻ്റ് എക്സ്പാൻഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുവഴിയായി ഞങ്ങൾക്ക് ഈ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ BSNL സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക വലിയ ആശങ്കകളൊന്നും ഈ രംഗത്ത് ഇന്നില്ല. ആസ് ഫാർ ആസ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു ഓപ്പറേറ്റർ കൊണ്ടുവരുന്ന ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ച് നോക്കിയാൽ 2.4 ഇഞ്ച് ഡിസ്പ്ലേ മാത്രമാണുള്ളത്. വളരെ ചെറിയ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പം ഈ രംഗത്ത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവായിരിക്കും. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5.5 അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു സ്ക്രീൻ സൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും ആ സ്മാർട്ട് ഫോണിൻ്റെ യൂട്ടിലിറ്റി കസ്റ്റമേഴ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രംഗത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വെറും നോർമൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന SMS അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്ക്രീനുള്ളൊരു ഫോണാണ്. കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കസ്റ്റമർ തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. റിലയൻസ് ജിയോ ഫോൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണിയിൽ ടെലികോം ഓഹരികൾ താഴേക്ക് വീണു. ഐഡിയ, ഭാരതി എയർടെൽ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം നഷ്ടത്തിലാണ്. നിലവിൽ കനത്ത നഷ്ടഭാരം പേറുന്ന കമ്പനികളുടെ ഭാവിയെക്കുറിച്ച് നിക്ഷേപകരും ആശങ്കാകുലരാണ്. 3 മേജർ ടെലികോം കമ്പനീസ്, അതായത് ഭാരതി എയർടെൽ ആയാലും ഐഡിയ ആയാലും ആർക്കോം ആയാലും ഒരു ഹ്യൂജ് ഡെപ്റ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഡെപ്റ്റ് ഫിനാൻസ് കോസ്റ്റ് തന്നെ ഒരു ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഇവർ റവന്യൂ കുറയുകയും ചെയ്യുന്നു. ഇപ്പം ഐഡിയ വന്നതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ബേസ് താഴെ പോകുന്നത് കൂടാഞ്ഞിട്ട് റവന്യൂവും കുറയുന്നുണ്ട്. കാരണം ഇവർ താരിഫിൽ 1 ഡ്രോപ്പാണ് വന്നിട്ടുള്ളത്. അപ്പം റവന്യൂവും കുറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവർക്ക് ഫിനാൻസ് കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ലോസ് കൂടി വരികയും ഡെപ്റ്റ് കൂടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പം ഗോയിങ് ഫോർവേഡ് എന്തായാലും മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്, ചില ന്യൂസിൻ്റെ പുറത്തുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെങ്കിലും അൾട്ടിമേറ്റ് എല്ലാവരും നോക്കുക ഫണ്ടമെൻ്റലി ആ കമ്പനിക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. അപ്പം ഈ ടെലികോം കമ്പനീസ് ഒന്നും തന്നെ ഇതുവരെ ക്യാഷ് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. ഒരു ആ സാഹചര്യത്തിൽ ഇത് സ്റ്റോക്ക് പ്രൈസിന്
വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജിയോയുടെ വരവിൽ ടെലികോം മേഖലയ്ക്കൊപ്പം DTH കേബിൾ TV സർവീസ് കമ്പനികളും ആശങ്കയിലാണ്. ജിയോ ഫോൺ കേബിൾ TVക്ക് ബദലാകുമോ എന്നാണ് ഇവരുടെ ആശങ്ക. ഭാവി മുന്നിൽ കണ്ട് സർവീസിൽ മാത്രം ഒതുക്കാതെ ടെക്നോളജിയിൽ നിക്ഷേപം നടത്തിയാണ് റിലയൻസിന്റെ പ്രയാണം. ഇതിൽ ചെറു കമ്പനികൾ ചിറകറ്റ് വീഴുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. ജിയോയുടെ ചൂടുപിടിച്ച് മറ്റുള്ളവരും നിരക്ക് കുറയ്ക്കേണ്ട സാഹചര്യമായതിനാൽ ടെലികോം ഉപഭോക്താക്കൾക്ക് ചാകരക്കാലമാണ് വരാനിരിക്കുന്നത്. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭുവനചന്ദ്രൻ വിപണി വിലയിരുത്താനായി മാർക്കറ്റ് വാച്ചിൽ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, സ്വാഗതം. വിപണി കഴിഞ്ഞയാഴ്ച പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരുന്നു. നേട്ടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വീക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് മൺഡേ ഓപ്പണിംഗ് വന്നത്. അതിൻ്റെ ഒരു റീസൺ ലാസ്റ്റ് വീക്ക് പുറത്തു വന്ന IIP ഇൻഫ്ലേഷൻ, അതിൻ്റെ ഒരു എനർജി തന്നെയായിരുന്നു മാർക്കറ്റ് ഒരു ബെറ്റർ ഓപ്പണിംഗ് ഈ വീക്കിൽ വന്നത്. എന്നാൽ ട്യൂസ്ഡേയോട് കൂടി മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. കാരണം ITCയിലുണ്ടായിരുന്ന വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനാണ്. ITC വളരെ ഷാർപ്പായുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. GST കൗൺസിൽ സിഗരറ്റിന് സെസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഡിസിഷനായിരുന്നു. അത് ITCയിൽ വലിയൊരു ഫോൾ വന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ സെൻസെക്സിലും കണ്ടു. അപ്പോൾ അത് ട്യൂസ്ഡേ ഒരു അവസരത്തിൽ മാർക്കറ്റ് 9800 ബിലോ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളൊരു കൺസിഡറേഷൻ വന്നിരുന്നു. എന്നാൽ ആ ഒരു ലെവലിൽ നിന്ന് ഇമ്മീഡിയറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമായിട്ട് ഈ വീക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു FISന്റെ സപ്പോർട്ടിൽ തന്നെയാണ് വീണ്ടും മാർക്കറ്റ് പുതിയ ഹൈ മാർക്ക് ചെയ്തു. 9928 എന്ന് പറയുന്ന പുതിയ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. 10,000 അടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ മൺസൂൺ നേരത്തെ ലാസ്റ്റ് വീക്ക് പുറത്തു വന്ന IIP അതുപോലെ ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ രണ്ട് ഫിഗർ പുറത്തു വന്നത് ഈ ഓഗസ്റ്റ് 2 വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റിയാണ് മാർക്കറ്റ് പ്രധാനമായിട്ടും വിലയിരുത്തിയത്. ഒന്ന്. രണ്ട്, മൺസൂണിനെ കുറിച്ചുള്ള ന്യൂസുകൾ, വളരെ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ വരുന്നു. അത് ഇന്ത്യയുടെ റൂറൽ എക്കണോമി സ്ട്രെങ്തൻ ചെയ്യാനുള്ളൊരു സാധ്യത മാർക്കറ്റ് വിലയിരുത്തി. ദെൻ അതിനുശേഷം ലാസ്റ്റ് വീക്ക് പുറത്തു വന്ന കോർപ്പറേറ്റ് റിസൾട്ടുകൾ. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിന് അനുകൂലമായിരുന്നു. അതായിരുന്നു ട്യൂസ്ഡേ മാർക്കറ്റ് 9800 ബിലോ മൂവ് ചെയ്തെങ്കിലും വളരെ ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെയായിരുന്നു. മാർക്കറ്റ് മൊമെൻറ്റം ഓവറോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ്, ഗ്ലോബൽ ന്യൂസുകളെല്ലാം പോസിറ്റീവായിരുന്നു. US നിന്നും ചൈനയിൽ നിന്നും പുറത്തു വന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലും ഒരു റിക്കവറി സൈൻ നമ്മൾ കണ്ടു. അപ്പോൾ ഓവറോൾ ഏഷ്യൻ, യൂറോപ്പ്, US മാർക്കറ്റിലുണ്ടായ ഒരു തിരിച്ചുവരവ്, അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, ഇതെല്ലാം തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഈ 9900 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഫാക്ടേഴ്സ് തന്നെയായിരുന്നു. വിപണിക്ക് പ്രതീക്ഷയും ചെറിയ ആശങ്കയും സമ്മാനിച്ച് ആദ്യപാദ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടുകളെ എങ്ങനെ വിലയിരുത്താം ശ്രീ ഭുവനേന്ദ്രൻ? ലാസ്റ്റ് വീക്ക് പുറത്തു വന്ന റിസൾട്ട് വളരെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അതിൽ കാനറ ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ റിസൾട്ടുകളും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലോ അതല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലുപരിയായിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു അനൗൺസ് ചെയ്ത്. കാനറ ബാങ്ക് NPA ഇൻക്രീസ് 10% അടുത്തേക്ക് വന്നു. അതൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അൾട്രാടെക് സിമെൻറ്റ്, ACC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹാവൽസ്, ഇതെല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ബജാജ് ഓട്ടോ ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ. അതിന് ഓട്ടോമൊബൈലിലൊരു ഡ്രോപ്പ് ഉണ്ടാകുമെന്ന് മാർക്കറ്റ് വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ അശോക് ലെലാൻഡ് മോശം റിസൾട്ടായിരുന്നതിന് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ഒരു മോശം റിസൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു മോശം റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയത്ത് സിമെൻറ്റ് സെക്ടർ ഒക്കെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ AGM ഫ്രൈഡേ പുറത്തു വന്നു. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി തന്നെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നത്. ലാസ്റ്റ് വീക്ക് റിലയൻസും വളരെ ബെറ്റർ ആയിട്ടുള്ള സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വിപ്രോ റിസൾട്ട് പുറത്തു വന്നു. വിപ്രോയുടെ ബെറ്റർ റിസൾട്ട്, അതോടൊപ്പം തന്നെ 320 റുപ്പീസിന് ഷെയർ ബൈബാക്ക് എന്നുള്ള ന്യൂസ്, ആ ഒരു സ്റ്റോക്കിലും വലിയൊരു റൈഡ് നമ്മൾ കണ്ടു. അപ്പോൾ ഓവറോൾ ലാസ്റ്റ് വീക്ക് പുറത്തു വന്നിരിക്കുന്ന കോർപ്പറേറ്റ് റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് റിസൾട്ട്, അതുപോലെ തന്നെ GST, മൺസൂൺ, IIP, റേറ്റ് കട്ട് പോസിബിലിറ്റിയൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് FISന്റെ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ മാർക്കറ്റ് 9900 പോകാനുള്ളൊരു പ്രധാന റീസൺ ഇന്ത്യൻ ഇക്കണോമിയുടെ സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഈ നിഫ്റ്റിയിലും സെൻസെക്സിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്തയാഴ്ച വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതൊക്കെയാണ്? ഈ ഫലങ്ങൾ വിപണിയുടെ മുന്നോട്ട് പോക്കിനെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിക്കും? നെക്സ്റ്റ് വീക്ക് മേജർ റിസൾട്ട് തന്നെയാണ്. കാരണം HDFC, ആക്സിസ് ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ്, യെസ് ബാങ്ക്, L&T, പവർ ഗ്രിഡ്, അങ്ങനെ
ഒട്ടനവധി റിസൾട്ടുകളാണ് നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുക. അതും മേജർ റിസൾട്ടുകളാണ്. അപ്പോൾ ഈ റിസൾട്ടൊക്കെ തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിലും അതുപോലെ സെക്ടറൽ സ്പെസിഫിക് ആയിട്ടുള്ള മൂവിനും കാരണമാകും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടുകളൊക്കെ തന്നെ വളരെ ബെറ്ററായിട്ട് തന്നെ വരാനാണ് സാധ്യത. കാരണം ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓവറോൾ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ ബെറ്ററായി വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ റിസൾട്ടിനനുസരിച്ചുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്ക് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സെക്ടർ വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മേജർ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വളരെയധികം കമ്പനികളുടെ റിസൾട്ട്, മേജർ കമ്പനി ഫ്രണ്ട് റൺ കമ്പനികളുടെ റിസൾട്ട് വരുന്നു. അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ മൂവിനെ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ US-ൻ്റെ ഫെഡിൻ്റെ റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അതുപോലെ US ക്വാർട്ടർലി GDP UK-യുടെയും പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മേജറായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഈ വീക്കിൽ പുറത്ത് വരാനുള്ളതും. നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും റിസൾട്ട് തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അതുപോലെ മേജറായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് ജൂലൈ എക്സ്പയറി തന്നെയാണ്. വോളറ്റിലിറ്റി ലാസ്റ്റ് വീക്ക് കമ്മിങ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എക്സ്പയറി ഡേയിൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാം. ചിലപ്പോൾ ഈ എക്സ്പയറി ഡേയോടുകൂടി തന്നെ ചിലപ്പോൾ ഒരു 10,000 മാർക്കിലേക്ക് നിഫ്റ്റി ഒരു ചരിത്രം മുഹൂർത്തം വരാനുള്ള സാധ്യത പോലും വളരെ കൂടുതൽ തന്നെയാണ്. കാരണം മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അതേസമയം ലാസ്റ്റ് വീക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലായിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വരികയും ഈ വന്നിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മേജറായിട്ടുള്ള റിസൾട്ട് എല്ലാം പോസിറ്റീവായിട്ട് വരികയും ചെയ്താൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഡേയിൽ തന്നെ നിഫ്റ്റി ചിലപ്പോൾ 10,000 മാർക്കറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻ, വിപണിയെ സാങ്കേതികമായി വിലയിരുത്തിയാൽ അടുത്ത സപ്പോർട്ട് ലെവൽ എവിടെയാണ്? ടെക്നിക്കലി മാർക്കറ്റ് 9,960 എന്ന് പറയുന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പോയിൻ്റാണ്. 9,928 എന്ന് പറയുന്ന ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് മൂവ് ചെയ്തു. നെക്സ്റ്റ് വീക്ക് 9,960 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവൽ, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ മേജർ 10,000 എന്ന് പറയുന്ന വളരെ വർഷങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മാർക്കിലേക്ക് ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത, അത് നെക്സ്റ്റ് വീക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ഡൗൺ സൈഡ് 9,890 എന്ന് പറയുന്ന ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ്. അപ്പോൾ 9,800 വരെ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുക. 9,790 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഒരു സെല്ലിംഗ് പ്രഷർ വരാം. അപ്പോൾ ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 9,800 10,000 ബിറ്റ്വീനായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. 9,790 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫർദർ ഒരു ഡ്രോപ്പ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 9,960 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 10,000 എന്ന് പറയുന്ന ഒരു മാർക്ക്, പുതിയൊരു ചരിത്രം മാർക്ക് നിഫ്റ്റിയിൽ കുറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാല്യൂഷൻ കുറച്ചൊരു ഹൈ ആണ്. ആ വാല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാക്രോ ഫാക്ടേഴ്സ് എല്ലാം ഫേവറബിളാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ സൈഡ് വളരെ ഫേവറബിളാണ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് 10,000ലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ എടുക്കുക. കാരണം മാർക്കറ്റ് ചില സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നല്ലത്. എന്നാൽ മാർക്കറ്റ് ടെക്നിക്കലി മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു പുതിയ ഹൈ കൂടി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിപണി റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. അടുത്ത റിസ്ക് ഫാക്ടറുകൾ എന്തൊക്കെയാണ്? ഈ ഉയർച്ച ശ്രീ ഭുവനേന്ദ്രൻ എവിടെ വരെ പോകുമെന്ന് അനുമാനിക്കാം? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. കാരണം മാക്രോ ഫണ്ടമെൻ്റൽ പൊളിറ്റിക്കൽ റിഫോം സൈഡ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് സാധ്യത. അതുപോലെ ഗ്ലോബൽ ഫാക്ടേഴ്സ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിന് ലിക്വിഡിറ്റി ഡ്രിവൺ ആണ് പ്രധാനമായിട്ട്. ഈ ലിക്വിഡിറ്റി വരാനുള്ളൊരു പ്രധാന റീസൺ, മുമ്പ് പ്യൂർലി പലപ്പോഴും മാർക്കറ്റിൻ്റെ റൈഡിൽ ലിക്വിഡിറ്റി ഡ്രിവൺ ആയിരുന്നു. FISO അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ട് ഫ്ലോ കൊണ്ട് മാത്രമായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. എന്നാൽ അതിനെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ മാക്രോ പൊളിറ്റിക്കൽ അതുപോലെ റിഫോം ഈ സൈഡെല്ലാം തന്നെ മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പരിധിവരെ മാർക്കറ്റ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് സാധ്യത. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തന്നെ, ജിയോ പൊളിറ്റിക്കൽ, അതുപോലെ ചൈന ഇന്ത്യ അതിർത്തി തർക്കങ്ങൾ, ഇങ്ങനെയുള്ള ചില ഗ്ലോബലി നോർത്ത് കൊറിയ റിലേറ്റഡ് ജിയോ പൊളിറ്റിക്കൽ, അതുപോലെ നമ്മളുടെ തന്നെ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ ഒരു ന്യൂസ്, വളരെ മോശമായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും മാർക്കറ്റിന് അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ തന്നെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ ക്രിയേറ്റ്
എഫക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ ബെയർ ഓപ്പറേറ്റേഴ്സ് വളരെ ശക്തമായിട്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ കുറേ നാളുകളായിട്ട് വൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് പിടിമുറുക്കും. അത് നമ്മളെ സംബന്ധിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് സാധ്യത. റിസ്ക് മാർക്കറ്റിൽ വളരെ കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡെക്സിലുപരി ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽസൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. ഇപ്പോഴും IT, ഫാർമ, പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ വളരെ ചൂസി ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീക്ക് പുറത്തു വന്ന കാനറ ബാങ്ക് റിസൾട്ട് നമുക്കറിയാം, NPA കൂടി. അപ്പോൾ റിസൾട്ട് വളരെ വ്യക്തമായി സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ അധികം ഒരു കോഷ്യസ് അപ്രോച്ച്, സ്റ്റോക്ക് പിക്കിങ്ങിൽ നമ്മളൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ശ്രീ ഭുവനേന്ദ്രൻ, ക്രൂഡ് ഓയിൽ സ്വർണ്ണ വിപണിയിലെ പ്രകടനം കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു? വരും ആഴ്ചകളിൽ ഇനിയൊരു കുതിപ്പിന് സാധ്യതയുണ്ടോ? ക്രൂഡ് ഓയിൽ ഒരു മിക്സഡ് ട്രെൻഡ് ആയിരുന്നു. മേജറായിട്ട് വലിയ വോളറ്റിലിറ്റി ഇല്ലായിരുന്നു. ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രികളിലെ മീറ്റിംഗ് വരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ ഷാർപ്പായിട്ടുള്ള ഫാളിനുള്ള സാധ്യത വളരെ കുറവാണ്. ആ മീറ്റിംഗ് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത, ആ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണോ അതനുസരിച്ചുള്ളൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗോൾഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. US ഫെഡിൻ്റെ റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അത് ഗോൾഡിൻ്റെ പ്രൈസിലൊരു ഫ്ലക്ച്വേഷൻ വരാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് 2 ന്യൂസ്, ഒന്ന് ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളുടെ മീറ്റിംഗ് വരാനുള്ള കൺഫേം ആയിട്ടില്ല, ഒന്നത്. 2 US-ൻ്റെ ഫെഡിൻ്റെ മീറ്റിംഗ്. ഇത് രണ്ടും ഈ കമ്മോഡിറ്റി ആയ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും മൂവ്മെൻറ്റ് തീരുമാനിക്കും. എന്തായാലും വോളറ്റിലിറ്റി നെക്സ്റ്റ് വീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ സെഗ്മെൻറ്റിലേക്കാണ് ഇനി ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈൽഡ് കൂടുതലുള്ളൊരു ഫണ്ടാണ്. സുന്ദരം റൂറൽ ഇന്ത്യ ഫണ്ടാണ്. ഒരു തീമാറ്റിക് ഇക്വിറ്റി ഫണ്ടാണ്. പ്രധാനമായിട്ടും റൂറൽ ഇന്ത്യയുടെ സ്റ്റോറി തന്നെയാണ്. അപ്പോൾ റൂറൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ്, പ്രത്യേകിച്ച് FMCG പോലുള്ള സെക്ടറിലാണ് ഇവരുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റൂറൽ ഇന്ത്യയിൽ കൂടുതൽ എക്സ്പോഷർ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു സെലക്ഷൻ വളരെ നല്ലതായിരിക്കും. റൂറൽ ഇന്ത്യ ഇക്വിറ്റി ഫണ്ടാണ്. റിട്ടേൺ ലാസ്റ്റ് 1 ഇയർ 27.8% ഉണ്ട്. അതുപോലെ 24.5% ലാസ്റ്റ് 3 ഇയർ. ലാസ്റ്റ് 5 ഇയർ റിട്ടേൺ 23.90 ആണ്. അപ്പോൾ ഓവറോൾ കുറച്ചുകൂടി ബെറ്റർ ഈൽഡുള്ളൊരു ഫണ്ട് തന്നെയാണ് ഈ റൂറൽ ഇന്ത്യ, സുന്ദരത്തിൻ്റെ റൂറൽ ഇന്ത്യ ഫണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടും മാർക്കറ്റ് വോളറ്റിലിറ്റി അത്രത്തോളം ഈ ഒരു ഫണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ചു ഇതൊരു നല്ല ചോയ്സ് തന്നെയായിരിക്കും. പ്രധാനമായിട്ടും ഇവരുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 27% FMCG സെക്ടറിലാണ്. അതുപോലെ കെമിക്കൽ, ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ റിസ്ക് വളരെയധികം കുറവാണ്. ഈ ഒരു ഫണ്ടിൽ റിസ്ക് വളരെയധികം കുറവാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 250 റുപ്പീസാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും നമുക്ക് ഇതിൽ തുടങ്ങാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പുതുതായി മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും. അതിലുപരി റൂറൽ ഇന്ത്യയുടെ സ്ട്രെങ്ത്, ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ വരുന്നു എന്നുള്ള ന്യൂസുകൾ, അതുപോലെ റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, അങ്ങനെ ഓവറോൾ മാർക്കറ്റ് ഒരു ബെറ്റർ സോണിലാണ് റൂറൽ എക്കണോമിയിൽ. അങ്ങനെ നമ്മളത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിളാണ്. ഡൗൺ സൈഡ് അതല്ലെങ്കിൽ വോളറ്റിലിറ്റി കുറവാണ്, ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പുതുതായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ഫണ്ട് തന്നെയായിരിക്കും. കാരണം ഓവറോൾ ഒരു 5 ഇയർ റിട്ടേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 24%-ന് മുകളിലുണ്ട്. അതൊരു നല്ല റിട്ടേൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇതൊരു കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫണ്ട് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡ്. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തെന്ന് ബിഗിനേഴ്സ് ഗൈഡ് പരിചയപ്പെടുത്തുന്നു. ഓഹരി വിപണിയെക്കുറിച്ചുള്ള പ്രാഥമിക പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവരിച്ചു. ഇനി മറ്റു നിക്ഷേപ മാർഗങ്ങളിലോട്ട് കടക്കാം. ഓഹരിയിൽ നിക്ഷേപിച്ചാൽ ദൈനംദിനം എന്നോണം വിപണിയിലെ ചെറു ചലനങ്ങളിൽ പോലും ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ മികച്ച നേട്ടം സ്വന്തമാക്കാനാവാതെ പോകും. സമയമില്ലായ്മയ്ക്ക് പുറമെ വിപണിയിലെ നഷ്ടസാധ്യതയെക്കുറിച്ചുള്ള ആശങ്കയും അറിവില്ലായ്മയും ഉള്ളവർക്ക് പറ്റിയ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട്. ഓഹരി വിപണിയിൽ നേരിട്ട് ഇറങ്ങാതെ തന്നെ വിപണിയുടെ ഫലം അനുഭവിക്കാമെന്നാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സവിശേഷത. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് നിക്ഷേപകരിൽ നിന്നും
സമാഹരിക്കുന്ന പണം ഫണ്ട് മാനേജർ എന്നറിയപ്പെടുന്ന വിദഗ്ധരുടെ സഹായത്തോടെ ഓഹരിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്നു. ഓഹരിക്ക് പുറമെ കടപ്പത്രങ്ങൾ, മണി മാർക്കറ്റ് തുടങ്ങിയ മാർഗങ്ങളിലും ഇത്തരം മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ഹൗസ് എന്നും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നുമാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത്. മാസം വെറും 500 രൂപ കൊണ്ടുപോലും നിക്ഷേപം സാധ്യമായതിനാൽ ചെറുവരുമാനക്കാർക്കും ഇത് പ്രാപ്യമാണ്. ഓഹരിയുടെ വില കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ വിലയും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിന് NAV അഥവാ നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. യൂണിറ്റ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും NAVയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ വ്യാപാര ദിനത്തിലും മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഓരോ സ്കീമുകളുടെ NAV പ്രസിദ്ധീകരിക്കും. ഏതുതരം നിക്ഷേപകനും അനുയോജ്യമായ സ്കീമുകൾ മ്യൂച്വൽ ഫണ്ടിൽ ലഭ്യമാണ്. മാർക്കറ്റിൽ പലതരം ഫണ്ടുകളുണ്ട്. അവയെക്കുറിച്ച് അടുത്ത ആഴ്ച പറയാം. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ്. നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ investment@asianetnews.in എന്ന ഐഡിയയിലേക്ക് അറിയിക്കുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നമസ്കാരം.